ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനോ വ്ളോഗ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചേരുവകളിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാർ പൗഡറുകളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീടുകളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കടകളിൽ നിന്നൊക്കെ അച്ചാറുകൾ മേടിക്കുന്ന സമയത്ത് അതിൽ ധാരാളം കളറുകളൊക്കെ ചേർത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊന്നുമില്ലാതെ കുട്ടികൾക്ക് വളരെ രുചികരമായ അച്ചാർ വീടുകളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 6 ടീസ്പൂണോളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സുർക്ക കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിഞ്ചിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാങ്ങയിഞ്ചി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ചമ്മന്തിയുടെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. മാങ്ങയിഞ്ചി നല്ല രീതിയിൽ കുക്കായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുടഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നെല്ലിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തലേ ദിവസം തന്നെ ഉപ്പ് കുടഞ്ഞ് വെച്ചതാണ്. 10 നെല്ലിക്ക മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നെല്ലിക്ക ഉപ്പ് കുടഞ്ഞ് ഈ രീതിയിൽ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും നല്ല ടേസ്റ്റോടു കൂടി കിട്ടുകയും ചെയ്യും. നെല്ലിക്ക ചെറിയ രീതിയിൽ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുടഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാങ്ങയും നെല്ലിക്കയും ഉപ്പ് കുടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ അച്ചാറിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആവശ്യമെങ്കിൽ മാത്രം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാകാൻ സാധ്യതയുണ്ട്. അച്ചാർ ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ ഈ ടൈമിൽ കുറച്ചുകൂടി സുർക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാങ്ങയിഞ്ചിയും വെളുത്തുള്ളിയും മാങ്ങയും നെല്ലിക്കയും ചേർത്ത് തയ്യാറാക്കിയ ഈ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരച്ചാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി ഈ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള കായം പൊടിയും ഉലുവ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ.
അച്ചാർ കുക്കായി വന്നതിന് ശേഷം സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ അച്ചാറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അച്ചാർ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഒരു ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.